കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ വക ഒരു സമ്മാനം 3 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് കേരളത്തിന് പുതുതായി അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ യാത്ര മാംഗ്ലൂർ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ്. പുതിയൊരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സെറ്റപ്പും വൃത്തിയും കാര്യങ്ങളൊക്കെ ഒന്നും പറയാല്ല, അടിപൊളിയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം ജംഗ്ഷനിലാണ്, മാംഗ്ലൂർ ജംഗ്ഷൻ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇതാണ് പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ്. ഇതിലാണ് ഇന്നത്തെ നമ്മളെ യാത്ര. അമൃത് ഭാരത് നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ. അതിരാവിലെ 7 മണി മംഗലാപുരം ജംഗ്ഷൻ. ഇത് കേരളത്തിന് കിട്ടിയിട്ടുള്ളൊരു സമ്മാനം തന്നെയാണ് ഈ അമൃത് ഭാരത്. ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം കേട്ടോ. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മംഗലാപുരം ജംഗ്ഷനിൽ എടുക്കും. പുതിയ കോച്ചാട്ടോ, 2026. നോക്കിയാണ്, ഇതാണ് വർഷം 2026. പുതിയ കോച്ചാട്ടോ. കയറി നോക്കുക. ആദ്യമായിട്ടാണ് ഈ ഇതിൽ കയറുന്നത്. ബിസ്മില്ല. വാവ്, അടിപൊളി, ഒരു രക്ഷയില്ല. പുതിയ കോച്ചുകളൊക്കെ ഇങ്ങനെ. ഇതിൻ്റെ കുഷൻ നോക്കി, സംഭവം സെറ്റാട്ടോ, അടിപൊളി. ഇത് ലോക്കലാണേ, ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആണിത്. അൺറിസർവ്ഡ് കോച്ചാണ്. CCTV ഉണ്ട്. CCTV. ഇതൊരു വേറെ ലെവല് കോച്ച് തന്നെ കേട്ടോ. മൊബൈൽ ഹോൾഡർ ഒക്കെയാണ് ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ 2 കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സംഭവം ഉഷാറ്. ഇത് മിഡിൽ ബെർത്തിൻ്റെ ആ ഒരു ഇത് ചാരമുള്ളതൊരു മഞ്ഞ കളർ. പക്ഷെ ഇത് പെട്ടെന്ന് ഈകും തോന്നുന്നു കേട്ടോ. ഇത് ക്ലീൻ ചെയ്തതിന് കേട്ടോ. ഇത് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്ത് പോയതാണ്. അവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സംഭവം ഉഷാറ്. ഇത് ലോക്കൽ കോച്ചാണിത്. എന്താല്ലേ റെയിൽവേ. ഇതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഇത്, അമൃത് ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരതിൻ്റെ അതേ ഒരു സംഭവം, അതിൻ്റെ ഒരു കോപ്പി. വന്ദേ ഭാരതിൻ്റെ കോപ്പി നമുക്ക് പറയാം. ജാഗോർ റെയിൽവേ കുറച്ച കാര്യത്തിൽ ഉഷാറായിട്ടുണ്ട്. ബാത്റൂം എന്ന വിശേഷം. ബാത്റൂം ഒക്കെ നല്ല വൃത്തിയുണ്ടല്ലോ. പുതിയതായിട്ടാ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. നോക്കിയാണ് വന്ദേ ഭാരതിൻ്റെ ആ ഒരു സെയിം സംഭവം തന്നെ. കുറച്ചൊരു ഹൈറ്റ് കൂടുതലാണ്. വന്ദേ ഭാരത് സ്ലോപ്പായിട്ട് ഇങ്ങനെ പോകും. ഇത് ഇന്ത്യ, 2 ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ. പക്ഷെ ഈ വണ്ടിയൊക്കെ ദിവസവും ഓടണം. അതേപോലെ ഈ ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ, 8 മണിക്ക് വിടുന്നില്ല, അതൊരു രാവിലെ ഒരു 6 മണിക്കൊക്കെ പുറപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ മലബാറിലുള്ള ആളുകൾക്ക്, ഈ ഒരു കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് സുഖമായിട്ട് ഓഫീസ് ടൈമിൽ മറ്റൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിന് തലശ്ശേരി വിട്ടാൽ പിന്നെ കോഴിക്കോട് സ്റ്റോപ്പുള്ളൂ. വടകര ഒന്നും സ്റ്റോപ്പില്ല, പയ്യന്നൂർ സ്റ്റോപ്പില്ല. കാസർഗോഡ് വിട്ടാൽ പിന്നെ കണ്ണൂർ. സൈഡ് സീറ്റൊക്കെയാണ്. പക്ഷേ ഈ ചാരമുള്ളത് ഇത് ഈങ്ങാഞ്ഞാൽ മതി, ക്ലീൻ ആക്കിയാൽ. ഇതിപ്പം ഞാൻ വന്നപ്പോൾ ഈ രാവിലെ അവിടെ നേരത്തെ എത്തില്ലോ, ഇവർ ഈ സീറ്റൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. പണിക്കാർ ഈ സീറ്റ് തുടക്കുന്നുണ്ട്. എല്ലാ സീറ്റും, അതായത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലുള്ള സീറ്റും ഈ സംഭവങ്ങളൊക്കെ തുടക്കുന്നുണ്ട്. അതായത് ബെർത്ത് മാത്രമല്ല, ഈ ഒരു സംഭവങ്ങൾ വരെ ഇവർ പണിക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലീനിങ് എപ്പോഴും ഉണ്ടാകണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇതിങ്ങനെ ക്ലീനാക്കി ഇവർ പണിക്കാരെന്തായാലും ക്ലീൻ ആക്കുന്നുണ്ട്. പുതിയൊരു ട്രെയിനൊക്കെ ഇറക്കി. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളെ ഓരോരുത്തരാണ്. അതായത് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് നമ്മുടെ സ്വത്താണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വത്താണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇതിൽ യാത്ര ചെയ്യണം. അല്ലാതെ തോന്നിയ പോലെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് സീറ്റൊക്കെ മാന്തി പൊളിച്ച് സീറ്റുമേലൊക്കെ പേര് എഴുതി, ബാത്റൂമിൽ നമ്പറും പേരും മറ്റേ സംഭവങ്ങളൊക്കെ എഴുതിയാണ്ട് അലങ്കോലമാക്കി ഇട്ടുകയെന്നുണ്ടെങ്കിൽ ഈ പണിക്കാരും പിന്നെ അതേപോലെ ഇടും. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം നീറ്റായിട്ട് കൊണ്ടുനടന്നുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ ആക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഇതുണ്ടാവും. കാരണം അതാ കച്ചറയും ചളിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓൽക്ക് തന്നെ ചിലപ്പം ചടക്കും. ഏതായാലും പുതിയ ട്രെയിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ, അതായത് യാത്ര ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കൽ നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. ഇതിൽ 8 സ്ലീപ്പർ കോച്ചും 11 ജനറൽ കോച്ചും കേട്ടോ. സ്ലീപ്പർ കോച്ചിലോട്ട് കയറി കിട്ടുഞ്ഞ്. ജനറൽ കോച്ച് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സ്ലീപ്പർ ആഹാ സൂപ്പർ. മിഡിൽ ഈ ഒരു കളറ്, മഞ്ഞ കളറ്. ഈ കളറാകുമ്പോൾ പെട്ടെന്ന് ഈങ്ങാൻ ചാൻസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ആഹാ
സിഗ്നലും ഉണ്ടല്ലോ, അനൗൺസ് ഉണ്ട് കേട്ടോ. ഇതിലും ഇതേപോലെ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ 1, 2, ഈ സൈഡിൽ 2 എണ്ണം, താഴെ ഭാഗത്ത് ഒന്നും കൊടുത്തിട്ടുണ്ട്. മൊത്തം 3, ഒരു സൈഡിൽ 3 മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഹോൾഡർ ഒക്കെയാണ് സെറ്റ്. ഇവിടെ ഒരു USB എടുത്തിട്ടുണ്ട്. മിഡിലുള്ള ആൾക്ക് USB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലുള്ള ആൾക്ക് ഇങ്ങ് USB. ഇത് രണ്ടാളും ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ണാടിയൊക്കെ കുഴപ്പമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് സംഭവം ഉഷാറായിട്ടുണ്ട്. അടിപൊളി. ഇതാ 3rd AC എക്കോണമി ഉണ്ടല്ലോ, ആ ഒരു ഇതുപോലെ. കാരണം സീറ്റ് കുറച്ചും കൂടി ഒരു സാധാ സ്ലീപ്പർ കോച്ചിൻ്റെ അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു കൺജക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം. ഏതായാലും ഇത് ഇതേപോലെ എന്തൊക്കെ കണ്ടാൽ മതി, എന്ന് ഇതേപോലെ ഉണ്ടായാൽ മതി. ഇതിൽ മാത്രം ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ, അടിപൊളി. ഒരു ഇന്ത്യനും ഒരു വെസ്റ്റേണും കല്ലപ്പോൾ ക്ലീനാക്കി പോയിട്ടുള്ളൂ. ഗ്ലാസ്സൊക്കെയാണ്. ഗ്ലാസ്സിലൊന്നും ഒരു കച്ചറ പോലും ഇപ്പം ഇല്ല. ഇനി കുറച്ച് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് എരപ്പായിട്ടുണ്ടാവും. ഇതേപോലെ എന്നും കൊണ്ടുനടക്കണം. കാരണം ഗവൺമെൻറ് പുതിയൊരു സംഭവം കൊണ്ടുവന്ന് നമ്മൾ കൈമ തന്നാൽ അത് എങ്ങനെ കേടുവരുത്തി എരപ്പാക്കി കൊടുക്കണം എന്നുള്ളത് നമ്മളെ ചില ആൾക്കാരെ ഒരു ഉത്തരവാദിത്തം പോലെ, അവരുടെ ഉത്തരവാദിത്തം പോലെ. ഇത് അടിപൊളി ഈ അനൗൺസ്. ചില ആൾക്കാർ ഉത്തരവാദിത്തം പോലെ അവരാണ്ട് ഏറ്റെടുക്കും ഈ ഒരു പുതിയ സാധനം എങ്ങനെ എരപ്പാക്കി കൈക്ക കൊടുക്കണം എന്നുള്ളത്. എല്ലാ ബർത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ബർത്തും ഈ ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല ലിക്വിഡൊക്കെ ഇട്ട്. ഫ്ലോർ മാത്രമല്ല, ബർത്തും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ആക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടോ. കാരണം പ്രൈവറ്റ് ഏജൻസി ആയതുകൊണ്ട് ഈ ഫുഡ് അതേപോലെ ക്ലീനിങ് ഒക്കെ ഇപ്പോൾ പ്രൈവറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലീനിങ്ങും മറ്റേ ഫുഡിൻ്റെ കാര്യങ്ങൾ പല വണ്ടിയിലും തോന്നിയ പോലെയാണ്. ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു പ്രൈവറ്റ് ആയതുകൊണ്ട്. അവരോട് ചോദിച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മളെ കോച്ച് S1 79. ഞാനിതിൽ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 262 രൂപയാണ് മാംഗ്ലൂർ ജംഗ്ഷൻ ടു തിരൂർ ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ കേട്ടോ. ലോക്കലിന് വേറെ ചാർജ് ആണെന്ന് തോന്നുന്നു. നമുക്ക് സൈഡ് ലോവറാണ്. സൈഡ് ലോവർ ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഇതിൽ ഓപ്ഷനിൽ കൊടുത്താൽ മതി. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് തോന്നിയ പോലെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന ഒരു സംവിധാനം ഈ ഒരു പ്രൈവറ്റ് ആകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കഴിഞ്ഞ തിരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും അതിലെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പ്രൈവറ്റാണ്. നേരം പുലരുന്നേ ഉള്ളൂ. ഞാൻ 6 മണിക്കൂടെ എത്തിക്കണ്. ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു ട്രെയിൻ എടുക്കുന്നത്. വെറും 3 മണിക്കൂറും 12 മിനിറ്റ് കൊണ്ട് ഇത് തിരൂരെത്തിട്ടോ. നിങ്ങൾ ആലോചിക്കുകയാണ്. കോഴിക്കോട് വിട്ടാൽ പിന്നെ ഉള്ളത് തിരൂരാണ്. അതേപോലെ തലശ്ശേരി വിട്ടാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കോഴിക്കോടാണ്. പയ്യന്നൂർ സ്റ്റോപ്പില്ല, വടകര സ്റ്റോപ്പില്ല. നേരെ കുറച്ച് കോട്ടയം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പാസഞ്ചർ പോണ മാതിരിയാണ്. എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട്. ഒറ്റക്കൊള്ളല്ലോ ഇതില്. ഞാൻ പയ്യന്നൂർ സ്റ്റോപ്പില്ല. ഇല്ല, ഞാൻ പോകുന്നത് കാലിക്കറ്റില്. ട്രെയിൻ സൂപ്പർ ട്രെയിനാണ്. ഒന്നിനൊന്ന് മെച്ചം. സെയിം ലേക്ക് സിമിലർ മറ്റേ വന്ദേ ഭാരതിൻ്റെ അതേ സിമിലർ. സാധാരണക്കാരന് ബെസ്റ്റ്. അതായത് ഫിനാൻഷ്യലി ടിക്കറ്റ് 110 റുപ്യ ഉള്ളൂ ഇവിടുന്ന് കാലിക്കറ്റിൽ. ഇവൻ ടിക്കറ്റ് ചെയ്യുന്ന സ്റ്റാഫിന് പോലും ഡൗട്ടായിട്ട് അവർ എന്നോട് പേ ചെയ്യില്ല, ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ഓഫീസിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് പേയ്മെൻറ്റ് വാങ്ങുന്നത്. അവർക്ക് പോലും കൺഫ്യൂഷൻ. 110 രൂപ. സ്ലീപ്പറിന് എടുക്കുകയാണെങ്കിൽ 200, അതും സീറ്റുണ്ട്. പിന്നെ രണ്ടാമതിടുന്നുള്ള സ്റ്റാർട്ടിങ് രാവിലത്തെ ടൈമിങ് അടിപൊളി സ്റ്റാർട്ടിങ്ങാണ്. പിന്നെ നല്ല നീറ്റ് ക്ലീൻ സെറ്റപ്പെല്ലാം. രാവിലെ 6 മണിക്കൂർ ഐ ഹോപ്പ് ഇത് അങ്ങനത്തോളം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള പാസഞ്ചർ തീരുമാനിക്കണം. ഈയിടെ ഒരു ഇത് കണ്ട് ഞാൻ ട്രെയിൻ വന്ദേ ഭാരതിൽ കംപ്ലീറ്റ് അതൊക്കെ ഏത് അതിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് പോലും, എന്നിട്ട് പോലും ഇത്ര ഭയങ്കര വൃത്തിയോടെ കാണിച്ചത്. വളരെ നല്ല സൗകര്യമാണ്. ഐ തിങ്ക് റെയിൽവേക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് ബന്ധപ്പെടുന്ന റെയിൽവേ ആണല്ലോ. അശ്വിനി ആയാലും മോദി ആയാലും വളരെ റെയിൽവേ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്.
റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ട്രെയിൻ ആയിട്ട് ഇറക്കി വിടും. പക്ഷെ അത് മെയിൻ്റെനൻസ് ക്ലീൻ ആക്കാൻ ക്ലീനിങ് സ്റ്റാഫിനെ അവർ ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും നമ്മുടെ സ്വത്താണെന്നുള്ള മനസ്സോടെ കൂടിയിട്ട് അതിൽ യാത്ര ചെയ്യണം. വെറും ക്ലീനിങ് സ്റ്റാഫിന്റെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു, നമ്മുടെ വീട് മാതിരി കരുതണം. അതായത് നമ്മളതും കൂടിയാണ് ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കൂടെ. കാരണം സമയം 8 മണിയായി. കണ്ണൂർ വണ്ടിയാണ്, കണ്ണൂർ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വണ്ടി. ബാംഗ്ലൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 8 മണിയായി. ട്രെയിൻ ഇതുവരെ എടുത്തിട്ടില്ല. ഓൺ ടൈം അല്ലേ, സിഗ്നൽ റെഡ് മാറിയിട്ടില്ല. എന്നാച്ച് അതാ കൊടി വീസി. 8:03 നമ്മളെ വണ്ടി എടുത്തു. കറക്റ്റ് 8:03 പ്ലാറ്റ്ഫോം 2-ൽ നിന്ന് നമ്മുടെ അമൃത് ഭാരത് ഇതാ നാഗർകോവിലേക്ക് പുറപ്പെടുകയാണ്. പേര് കേൾക്കുമ്പോൾ വലിയ പേരാ, മാംഗ്ലൂർ ജംഗ്ഷൻ. പക്ഷെ അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല കേട്ടോ. മാംഗ്ലൂർ സെൻട്രലിൽ പിന്നെ 5 പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ട്രെയിൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ട്രെയിനുകൾ പോകുന്നുണ്ട്. മാംഗ്ലൂർ ജംഗ്ഷൻ രണ്ടും രണ്ടാണ്. സെൻട്രലിൽ ഇറങ്ങിയിട്ട് ജംഗ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 160 രൂപയാണ് ഓട്ടോയ്ക്ക് ചാർജ്. അതോ നമ്മൾ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ വളവ് കാണുമ്പോൾ നമ്മളെ കൊല്ലം ജംഗ്ഷനാണ് ഓർമ്മ വരും. ഇവിടുന്ന് വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി വിട്ടാൽ പിന്നെ കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് വിട്ടാൽ തിരൂര്, ഷൊർണൂർ, തൃശ്ശൂർ, ആലുവ, എറണാകുളം, കോട്ടയം വരെ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ഫാസ്റ്റ് പോലെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം ജംഗ്ഷൻ, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ, നാഗർകോവിൽ. ഈ കരുനാഗപ്പള്ളി അതേപോലെ ഒരുപാട് സ്ഥലം, അതേപോലെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൗത്ത് സൈഡിൽ ഈ നോർത്തിൽ തിരൂര്, പരപ്പനങ്ങാടി നമ്മളെ സ്റ്റേഷനാണ്. നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഡംബരാണെന്ന് പറയും. 79 അബ്ദുൽ ഹക്കീം. തലശ്ശേരിക്കും കോഴിക്കോടിൻ്റെ ഇടയിൽ വടകര ഒരു സ്റ്റോപ്പ് കൊടുക്കുക. അതേപോലെ പയ്യന്നൂരൊക്കെ അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനാണ്. ഇതൊക്കെയാണ്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്നും അല്ലാതെ ആളുകളില്ല. കോഴിക്കോടൊക്കെ എത്തുമ്പോഴാണ് ഫുള്ളാകുള്ളൂ എന്ന് TTR പറഞ്ഞു. ഇതൊക്കെയാണ് എന്താ പോലോടൊക്കെ പറയാം. പൂത്തിന് തമ്പാക്കൂൻ്റെ കവറയിലിട്ട് വല്ലാത്ത ജാതി ആൾക്കാരെന്നോട് ചെള്ളടക്കൊന്ന് കൊടുക്കണം. നേത്രാവതി റിവർ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, ഈ പാലത്തിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ലോ ആയിട്ടാണ് പോവുക. അപ്പുറത്തെ പാലത്തിൽ പെയിൻറ്റിങ് പണികൾ, റെനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ NH66. 4 വരിയിലാണ് കർണാടകയിലേക്ക് കടന്നുകയെന്നുണ്ടെങ്കിൽ പാത കടന്നു പോകുന്നത്. ഇതാണ് ഉള്ളാൾ റെയിൽവേ സ്റ്റേഷൻ. മംഗലാപുരം സെൻട്രലിലേക്കുള്ള കുറച്ച് ട്രെയിനുകളൊക്കെ ഇവിടെ ഹാൾട്ട് ചെയ്യാറുണ്ട്. ഇവിടെ മാറ്റിവിടും. നല്ല സ്പീഡ് കേട്ടോ. 115-ലാണ് ഇപ്പോൾ നമ്മൾ അമൃത് ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നത്. മംഗലാപുരം മുതൽ ഷൊർണൂർ വരെയുള്ള നിലവിലുള്ള 2 വരി പാത 4 വരിയാക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഭൂമി ഏറ്റെടുക്കുന്ന പണികൾ കേരളം ചെയ്തു കൊടുക്കണം. ഇതാണ് കേരളത്തിലെ വടക്കുള്ള ആദ്യത്തെ സ്റ്റേഷൻ കേട്ടോ, മഞ്ചേശ്വരം. കേരളത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ കേരള ഗവൺമെൻറ് ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊപ്പമുള്ള ഈ ഒരു 2 വരി പാത 4 വരിയാക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഏറ്റെടുപ്പ് പരിപാടി കേരളത്തിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. നമ്മളെ നാഷണൽ ഹൈവേക്ക് തന്നെ സ്ഥലം ഏറ്റെടുത്ത് തന്നെ ആരൊക്കെയോ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ്. മഞ്ചേശ്വരം ട്രക്ക് പാർക്കിംഗ് ആണ് കാണുന്നത്. നമ്മളെ വിശാലമായിട്ടുള്ള 6 വരി പാത, ദേശീയപാത 66-ൻ്റെ ആ ഒരു പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ട്രെയിനിൽ പോകണക്കാട്ടിയും അടിപൊളിയായിട്ട് നമുക്ക് 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്താം. ചെറിയ പാലാട്ടാണ് കാണുന്നത്. 2 വരി പാലൊക്കെ നല്ല അടിപൊളി കളറൊക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് ആദ്യത്തെ സ്റ്റോപ്പായിട്ടുള്ള കാസർഗോഡ് സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര് അതാണ്, അമൃത് ഭാരത്, അമൃത് സ്റ്റേഷൻ, അങ്ങനെയൊക്കെ പേരുണ്ട്.
ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് പല സ്ഥലത്തും റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിലും ഒരുപാട് സ്റ്റേഷനുകൾ, കുറ്റിപ്പുറം, പരപ്പനങ്ങാടി ആയിക്കോട്ടെ, വടകര ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളെ കാസർഗോഡും അത്തരത്തിലുള്ള നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നീറ്റ് ആൻഡ് ക്ലീന്. കാസർഗോഡ് നിന്ന് കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. 11 ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യും. റിസർവേഷനും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടുന്ന് കോഴിക്കോട് വരെയൊക്കെ എന്തായാലും സീറ്റ്. കാഞ്ഞങ്ങാട് ബാക്കിൽ ഭാഗത്തെ ആ ഒരു കാഴ്ചകളാണ് കാണുന്നത്. മഴക്കാലത്ത് നല്ല പച്ചപ്പും കാര്യങ്ങളും, ഇപ്പോഴും പച്ചപ്പിനൊരു കുറവുമില്ല. പിന്നെ ഈ നോർത്ത് ഭാഗത്തേക്കൊക്കെ പുതിയ ഒരുപാട് ട്രെയിനുകൾ. കേരളത്തിലേക്ക് എപ്പോഴെങ്കിലും പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ എപ്പോഴെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. പക്ഷെ നോർത്തിലേക്കൊക്കെ ഇപ്പോഴും പുതിയ ട്രെയിനുകളും RRTS ആയാലും എന്തായാലും നോർത്തിലേക്ക് അങ്ങനെ കൊടുക്കും. പക്ഷേ അതിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ 38,000 ചില്ലാനം കോടി രൂപ മുടക്കിയിട്ടാണ് RRTS ഡൽഹി മീററ്റ് RRTS ഉണ്ടാക്കിയത്. ഒരു 50 കൊല്ലം കൊണ്ടൊക്കെ പൈസ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ ഇല്ല. എന്നാൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം കൊണ്ട് ആ ഒരു പൈസ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ അമൃത് ഭാരത് രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടുള്ള കണ്ണൂർ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. കാസർഗോഡ് വിട്ടാൽ പിന്നെ നേരെ കണ്ണൂരാണ് സ്റ്റോപ്പ് ഉള്ളത്. പയ്യന്നൂരൊന്നും സ്റ്റോപ്പില്ല. ഇവിടുന്ന് പിന്നെ വിട്ടാൽ തലശ്ശേരി, പിന്നെ അങ്ങോട്ട് കോഴിക്കോട്. വളരെ കുറവാണ് ഈ ഒരു മലബാർ സൈഡിൽ ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന്. കണ്ണൂരിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് അമൃത് ഭാരത് കയറിയിട്ടുള്ളത്. പക്ഷേ യാത്രക്കാരുണ്ടല്ലോ ഇവിടുന്ന്. ഇതിപ്പോൾ ഞാൻ കാസർഗോഡ് നിന്നും ഇവിടെ നിന്നും കേട്ടു. മെയ്ക്കിലാണ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും സിസ്റ്റത്തിലൊന്നും കയറിയിട്ടില്ല തോന്നുന്നു. മെയ്ക്കിലാണ് കാസർഗോഡും അനൗൺസ് ചെയ്തത്. ഇപ്പോൾ കണ്ണൂർ ഇതാ മെയ്ക്കിലാണ് അനൗൺസ് ചെയ്തത്. ഇനി തലശ്ശേരി എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. നല്ല നീറ്റാട്ടോ. നമ്മളെ ഈ ഒരു നീറ്റ് നമ്മളെ ആളുകൾക്കും അതേപോലെ ഇത് പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന ചേച്ചിമാർക്കും ലൈക്ക് കൊടുക്കണം. അങ്ങനെ കണ്ണൂരിൽ നിന്നും പോവുകയാണ്. അടുത്ത സ്റ്റോപ്പായിട്ടുള്ള തലശ്ശേരിയിലേക്കാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി, കണ്ണൂർ വിട്ടാൽ തലശ്ശേരിയാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. തലശ്ശേരി ട്രെയിൻ 20 മിനിറ്റ് ലേറ്റ് ആട്ടോ. ഇതേ നല്ല കറക്റ്റ് ടൈമിൽ ഇങ്ങനെ പോകുന്നതിന് 20 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനിലെ റീലാണ് വൈറലായത്. ഏതോ ഒരു നോർത്തിലുള്ള ഒരു വ്ളോഗർ വന്നിട്ട് ഈ ഒരു തലശ്ശേരി ഇതാണ് വൃത്തി, ഒരു പ്ലാസ്റ്റിക് കവർ പോലും കാണുന്നില്ല. ഇത് ഇവിടെ വരുന്ന യാത്രക്കാരും ഓരോ മിനിറ്റിൽ എന്തെങ്കിലും ചെറിയൊരു കച്ചറ കാണുമ്പോഴത്തേന് ക്ലീൻ ആക്കുന്ന ഇവിടെയുള്ള ഈ ഒരു സ്റ്റേഷനിലുള്ള ചേച്ചിമാർക്കും നമ്മൾ നന്ദി പറയണം. കാരണം ഇവിടെ വരുന്ന ആളുകൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സ്റ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കച്ചറ കാണുമ്പോഴത്തേന് പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന ഇവിടെയുള്ള ചേച്ചിമാരും. ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അതേപോലെ കേരളത്തിലെ പല പ്ലാറ്റ്ഫോമുകളും വൃത്തിയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോ റീലാക്കിയിട്ട് നോർത്തിൽ നല്ല കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ഉഷാറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വടകര സ്റ്റേഷനിലൂടെ പോവുകയാണ്. വടകര നിർത്തുന്ന തോന്നുന്നു കേട്ടോ. കാരണം സ്റ്റോപ്പില്ലാത്ത സ്ഥലമാണ്. ഈ ഒരു പോക്ക് കണ്ടിട്ട് എന്തായാലും നിർത്തുന്നു തോന്നുന്നു. വടകരയും ഈ ഒരു അമൃത് ഭാരതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേഷൻ നവീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 പ്ലാറ്റ്ഫോമാണ് വടകരയിലുള്ളത് കേട്ടോ. വടകരയുടെ പുറത്ത് കൂടെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ കാണാൻ പറ്റില്ല, എന്നാലും പുറത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു വടകരയേ അല്ല ഇപ്പോൾ. അതാ നിർത്തിയിട്ടോ. ഇവിടെ സ്റ്റോപ്പില്ലേ. തലശ്ശേരി വിട്ടാൽ പിന്നെ കോഴിക്കോടുള്ളൂ. ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷേ ഇതിൽ സാധാ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറാൻ പറ്റുമോ? അമൃത് ഭാരത് എക്സ്പ്രസ്സിന് വേറെ തന്നെ ടിക്കറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ TTR പറഞ്ഞത്. പക്ഷേ ഇത് ആളുകൾ ഇതിൽ കയറുമോ? എന്തായാലും എനിക്കൊന്നിട്ട് ഭാവിയിൽ സ്റ്റോപ്പ് അനുവദിച്ച് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അതിങ്ങനെ നിർത്തി പോകണു തോന്നുന്നത്. ഇത് നോക്കിയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പോലില്ലല്ലോ. ഇതൊക്കെയാണ്. ഇതാണ് പുതിയ വടകര സ്റ്റേഷന്. വടകര സ്റ്റേഷനൊക്കെ ഒന്നായിട്ട് മാറിയിട്ടോ. കോടിക്കണക്കിന് രൂപ ഈ ഒരു സ്റ്റേഷൻ നവീകരണത്തിൽ രാജ്യത്ത് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, മെറ്റീരിയൽ ഒരുപാട് ചിലവാകുന്നുണ്ട്. വടകര ഏതായാലും വേറെ ലെവലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിലുള്ള ഈ വൃത്തിയുള്ള പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ റീലായിട്ട് നോർത്തിൽ പല പേജിലും നല്ല അടിപൊളിയായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഇവിടുത്തേക്ക് ഡിഫറൻറ്റ് കാണിച്ചിട്ട് ഈ വരുന്ന ആളുകളും ക്ലീൻ ആക്കുന്ന ചേച്ചിമാർ ഒരാണ് മെയിൻ. അപ്പോൾ വടകര സ്റ്റോപ്പില്ല. ഇനി വടകര നിർത്തി ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി വലിപ്പിക്കല്ല ട്രെയിൻ എടുത്തത്. നാഗർകോവിൽ ടു മാംഗ്ലൂർ ജംഗ്ഷൻ കേരളത്തിലൂടെയാണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് പോണത്. ഇതാ സ്വഭാവം തുടങ്ങി. ഇതാ മെല്ലെ സ്ലോ ആക്കിയിട്ട് ഉരുട്ടി കൊണ്ടുപോയി തുടങ്ങി. ഇതുവരെ ഒരു 20 മിനിറ്റാണ് ലാഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 40 മിനിറ്റായി മാറി. 20 മിനിറ്റ് ആയിരുന്നു കണ്ണൂർ വരെ ഏകദേശം ലാഗ് ആയിരുന്നത്, ഡിലേ ആയിരുന്നത്. ഇപ്പോൾ അതാ 40 മിനിറ്റിലേക്ക് കടന്നു. ഇരിങ്ങൽ ഇവിടെയൊക്കെ ഉരുട്ടി എന്താണെന്ന് അറിയില്ല. അത്യാവശ്യം കുറച്ച് ഡിലേ ആയിപ്പോൾ. 10:37 കോഴിക്കോട് എത്തേണ്ടതാ. 11:19 എത്തുള്ളൂ.
ഡിലാക്കി അല്ലെങ്കിൽ ഡിലായി ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ കോഴിക്കോട് എടുത്തിട്ടോ. കോഴിക്കോട് ഈ ഒരു കെട്ടിടം ഇങ്ങനെ ഗാലക്സിയുടെ ഒരു കെട്ടിടം കാണുമ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു കോഴിക്കോട് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിലുള്ള യാത്രക്കാർ ഇപ്പോൾ നമ്മളെ മലയാളികളായിട്ടുള്ള ആളുകളാണ്. അടുത്ത 12-ാം തീയതി പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഹൈദരാബാദിലുള്ള ചെർളപ്പള്ളിയിലേക്കുള്ള ആ ഒരു അമൃത് ഭാരത് ഉണ്ടല്ലോ, അതിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്, അതും അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ്. അപ്പോൾ കേരളം വിട്ടാലുള്ള അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. പിന്നെ ഹൈദരാബാദിലേക്ക് നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കോഴിക്കോട് ഷൊർണൂരൊക്കെ എത്തുമ്പോഴത്തിന് സ്ലീപ്പറൊക്കെ ഫുള്ളാകുമെന്ന് TT ആ ഒരു ടിക്കറ്റ് ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയാണ് എല്ലാ ആളും കേട്ടോ. കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നാണ് എനിക്കൊന്നും ഇത്രയും ആളുകൾ. ഇതിൻ്റെ ബാക്കിലൊരു LTT വരുന്നുണ്ട്. ഏതായാലും ഇതും അതൊക്കെ ഏകദേശം സെയിമാണ്, കാരണം അതേ സ്റ്റോപ്പാണ്. ഇനി കോഴിക്കോട് വിട്ടാൽ തിരൂര് വിട്ടാൽ ഷൊർണൂർ. ഏകദേശം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ 11 അൺറിസർവ്ഡ് കോച്ചാണുള്ളത്. അപ്പോൾ ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ഫെയർ ആണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിനുള്ളത്. കോഴിക്കോടും അനൗൺസ് തന്നെ കേട്ടോ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒക്കെ അനൗൺസ് തന്നെ. 10:37 എത്തേണ്ട വണ്ടിയാണ്. 11:26 10:37 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. ഇங்கே യാറുമേ വന്നില്ല. കോഴിക്കോട് നിന്ന് കുറച്ച് ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. കോഴിക്കോട് സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് സ്റ്റേഷൻ്റെ ഒക്കെ പണി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അടിപൊളി റെയിൽവേ സ്റ്റേഷനായിട്ട് കോഴിക്കോട് മാറും. അമ്മാതിരി പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗത കൂടിയിട്ടോ. 115-ലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരൂരാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് എനിക്ക് അടുത്തുള്ള സ്റ്റേഷൻ. എൻ്റെ നേറ്റീവ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ അടുത്തുള്ള സ്റ്റേഷൻ ഇതാണ് പരപ്പനങ്ങാടി. സെക്കൻഡുകൾക്കുള്ളിലാണ് പരപ്പനങ്ങാടി സ്റ്റേഷനൊക്കെ കവർ ചെയ്ത് പോകുന്നത്. എന്തായാലും ഇത് മാംഗ്ലൂർ ടു തിരൂര് വെറും 3 മണിക്കൂറും 12 സെക്കൻഡും എടുക്കുന്നുണ്ട്. കറക്റ്റ് ഓടിക്കാന്നുണ്ടെങ്കിൽ 3 മണിക്കൂറും 12 മിനിറ്റ് കൊണ്ട് മാംഗ്ലൂർ ടു തിരൂരെത്തും. അങ്ങനെ 3 മണിക്കൂറും 12 മിനിറ്റ് കൊണ്ട് മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് തിരൂരെത്തും എന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ കാണിച്ചിരുന്ന ട്രെയിൻ അമൃത് ഭാരത് എക്സ്പ്രസ് 4 മണിക്കൂറിനോടടുത്ത് സമയമെടുത്ത് 40 മിനിറ്റോളം ലേറ്റായിട്ട് തിരൂർ സ്റ്റേഷനിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ്സിലെ ഒരു യാത്ര, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കോച്ചും കാര്യങ്ങളൊക്കെ. അമൃത് ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. തികച്ചും സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സമ്മാനമാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമുക്കെല്ലാം പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. പുറത്തുള്ളത് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ആട്ടോ. അതിൽ കയറിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് പരപ്പനങ്ങാടി പോയി ഇറങ്ങാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളി. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.